അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധമായ പരിപാവനമായ ഈ റമദാൻ മാസം നമുക്ക് എല്ലാവർക്കും അനുകൂലമായ സാക്ഷിയാക്കി തരുമാറാവട്ടെ. വിശുദ്ധ റമദാനിന്റെ റഹ്മത്തിന്റെ പത്ത് നമ്മളിൽ നിന്നും വിട പറഞ്ഞു. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടിയവരുടെ കൂട്ടത്തിൽ ആ റഹ്മത്ത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മരണത്തിൽ, നമ്മുടെ ഖബറിൽ, നമ്മുടെ നാളെ മഹ്ശറയിൽ ചെല്ലുമ്പോൾ അവിടെ എല്ലാ സ്ഥലത്തും അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. നമ്മൾ എല്ലാവരും ഉള്ളത് മഗ്ഫിറത്തിന്റെ പത്തിലാണ്. റമദാനിന്റെ രണ്ടാമത്തെ പത്തിലാണ് ഉള്ളത്. രണ്ടാമത്തെ പത്തിന്റെ 13ാമത്തെ രാവിലേക്ക് നമ്മൾ ഇതാ പ്രവേശിച്ചിരിക്കുന്നു. നാളെ 13ാമത്തെ ദിനമാണ്. റമദാൻ 13 നാളെ 13ാമത്തെ നോമ്പാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇതുവരെ നമ്മൾ അനുഷ്ഠിച്ച എല്ലാ സൽക്കർമ്മങ്ങളും, പ്രത്യേകിച്ച് നമ്മുടെ നോമ്പ് ഉൾപ്പെടെ നമ്മുടെ ഖുർആൻ പാരായണം എല്ലാം അള്ളാഹു അതിന്റെ പോരായ്മകൾ പരിഹരിച്ച് കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ മക്കളുടെ പരീക്ഷകളൊക്കെ വരികയാണ്. പലതൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അതൊക്കെ വളരെ എളുപ്പമാകാൻ ഉസ്താദ് പ്രത്യേകം ദ്വാരക്കണമെന്ന് ഒരുപാട് പേര് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കും. അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും വലിയ സങ്കടത്തിലും പ്രതിസന്ധിയിലുമായ, പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസികളായ ഒരുപാട് സഹോദരിമാരും സഹോദരങ്ങളും അള്ളാഹുവെ, അവരൊക്കെ വലിയ യുദ്ധഭീഷണിയിൽ നിൽക്കുകയാണ്. നമുക്കറിയാമല്ലോ, അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെ ആക്രമിച്ചു. ഇറാൻ ഈ അമേരിക്കയുടെ ഒരുപാട് സൈനിക താവളങ്ങളും അതുപോലെ തന്നെ അമേരിക്കയുടെ ഒരുപാട് രഹസ്യ അന്വേഷണ കേന്ദ്രങ്ങളൊക്കെ ഈ ഗൾഫ് രാജ്യങ്ങളിൽ പല സ്ഥലത്തുമുണ്ട്. അപ്പൊ അവിടെയൊക്കെ അവര് ഈ ആക്രമണങ്ങൾ നടത്തുകയാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രതിസന്ധിയിലൂടെയാണ് ലോകം മുന്നോട്ട് പോകുന്നത്, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹം തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു സമാധാനവും ശാന്തിയും വേഗത്തിൽ തന്നെ പ്രദാനിക്കുമാറാവട്ടെ. ഈ യുദ്ധം അവസാനിക്കുന്ന നല്ലൊരു അന്തരീക്ഷം അള്ളാഹു തആല നൽകുമാറാവട്ടെ. നമുക്കിങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ പറഞ്ഞിങ്ങനെ ദുആരക്കാം. പക്ഷേ ഓരോ എത്രയോ ആളുകളെ വിളിച്ചു, പലരും മെസ്സേജ് അയച്ചു, അതെ പ്രത്യേകം ദ്വാരക്കണം, ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ തൊട്ടടുത്താണ് ഒരു മിസൈൽ വന്ന് പതിച്ചത്, ഞങ്ങളൊക്കെ വലിയ ഭീതിയിലാണ്, സങ്കടത്തിലാണ്, നെറ്റ് കിട്ടുന്നില്ല, കറണ്ട് ഇല്ല, അങ്ങനെ വല്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത്. പ്രത്യേകിച്ച് നോമ്പാണ്, നല്ല വെയിലാണ്, കുടിക്കാൻ നല്ല വെള്ളം കിട്ടുന്നില്ല, ഭക്ഷണം കിട്ടുന്നില്ല, അങ്ങനെ ഒരുപാട് പേര് ദുഃഖത്തിലാണ്. അള്ളാഹുവെ, വേഗത്തിൽ ഇതിനൊക്കെ ഒരു അറുതി കൊടുത്ത് അള്ളാഹുവെ സമാധാനവും ശാന്തിയും നീ എല്ലാ ആളുകൾക്കും കൊടുക്കണേ. മുസ്ലിം ഉമ്മത്തിന് നീ ഇസ്സത്ത് പ്രദാനിക്കണേ. ശത്രുക്കളുടെ ശക്തി അള്ളാഹുവെ നീ ക്ഷയിപ്പിച്ച് കളയണേ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ദ്വാരക്കോയാൻ. ഇൻഷാ അല്ലാഹ് സമയം കളയാനില്ല, നമുക്ക് നേരെ ദിക്റിന്റെ മജ്ലിസിലേക്ക് കടക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും പ്രദാനിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ റമദാനിന്റെ 1 മുതൽ 30 ദിവസം വരെ, അല്ലെങ്കിൽ 29 ദിവസം വരെ മുഴുവൻ ദിവസങ്ങളിലും എല്ലാ സമയത്തും ചൊല്ലണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആയിഷ ബീവിക്ക് നബി തങ്ങൾ പ്രത്യേകമായി പറഞ്ഞു കൊടുത്ത ആ പുണ്യമായ ദിക്ർ നമുക്കൊന്ന് ചൊല്ലിയാലോ? എന്താണ്? 4 കാര്യങ്ങളാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ.